സി എഫ് മോട്ടോയിൽ വരുന്ന സെയിം ആ ഒരു എഞ്ചിൻ തന്നെയാണ്. പക്ഷേ കെ ടി എമ്മിലോട്ട് വരുന്ന സമയത്ത് കെ ടി എമ്മിൻ്റെ ഈ വണ്ടി ഈ സെഗ്മെൻറ്റിൽ വരുന്ന ഇപ്പം സെഗ്മെൻറ്റ് നോക്കാനാണെങ്കിൽ RS 457 ഒക്കെ അതിന് ഒരു കോമ്പറ്റീഷനായിട്ട് വരുമെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അതിനേക്കാളും ഒരു സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ എങ്ങോട്ടിറങ്ങിയാലും കാണാൻ സാധിക്കുന്ന ഒരു ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എൻട്രി ലെവൽ സൂപ്പർ സ്പോർട്ട് കാറ്റഗറിപ്പെടുന്ന കിടിലൊരു വണ്ടിയായിരുന്നു നമ്മുടെ RC സീരീസ് എന്ന് പറയുന്നത്. ഒരു വിചിത്രമായിട്ടുള്ള ഇന്നെങ്ങും ഇറങ്ങേണ്ട വണ്ടി അല്ലായിരുന്നത്. അത് 2050 വരെയൊക്കെ 50 ഇൻഫിനിറ്റി ആയിട്ട് എത്ര നാൾ വേണേലും ഏജ്ലെസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനും ഹാൻഡിലിംഗ് ഒക്കെ ആയിരുന്നു ആ ഒരു വണ്ടിക്ക്. പക്ഷേ 2021 ആ ഒരു വണ്ടി ഡിസ്കണ്ടിന്യൂ ആയതോടുകൂടി ആ വണ്ടി മരിച്ചു. ഇന്ന് റോഡിൽ അതിൻ്റെ അന്ന് കണ്ടുകൊണ്ടിരുന്നതിൻ്റെ പകുതി പോലും റോഡിൽ ആ വണ്ടികളൊന്നും കാണാനായിട്ടില്ല എന്നുള്ള കാര്യം വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ടെക്നിക്കൽ വൈസ് പുതിയ വണ്ടി എന്ന് പറഞ്ഞാൽ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അറ്റ് സെയിം ടൈം പഴയതിനേക്കാളിലും അഡ്വാൻസ്ഡ് ആയിട്ട് ട്രാക്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയായിരുന്നു ഇപ്പോൾ വന്നുകൊണ്ടത്. എനിക്ക് പേഴ്സണലി ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ മോട്ടോ ജി പി കെ ടി എം എന്ന് പറഞ്ഞാൽ ഫുള്ള് ഓറഞ്ച് റൈവലറി വരുന്ന ആ ഒരു 390 സീരീസിൽ വരുന്ന വണ്ടി എനിക്ക് കാണാൻ അത്യാവശ്യം നല്ല ഇഷ്ടം തന്നെയായിരുന്നു. പക്ഷേ പഴയതിൻ്റെ അത്ര അങ്ങോട്ടൊരു ഗുമ്മില്ല എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഹാൻഡ്ലിംഗ് ബേസ്, ടെക്നോളജിക്കൽ ബേസ്, ഷാസി കൊണ്ടും എൻജിൻ കൊണ്ടും ആ ഒരു വണ്ടി ഷാർപ്പായിരുന്നു, പവർഫുള്ളായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ RC ഇതുവരെ ഇനിയിപ്പോൾ RC ഷോറൂമുകാർ പോലും അതിലങ്ങ് എടുത്ത് വെക്കുന്നില്ല. ആ വണ്ടി ഇന്ത്യയിൽ തന്നെ മാസം വിരലെണ്ണാവുന്ന വണ്ടികൾ മാത്രമാണ് വിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പം KTM പുതിയൊരു റോക്കറ്റ് അങ്ങോട്ട് പടുത്തുയർത്താനായിട്ട് പോവുകയാണ്. അത് നിങ്ങൾ ടൈറ്റിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ RC 490 ആണ് വരാനായിട്ട് പോകുന്നത്. അതിനെപ്പറ്റി ഒരു എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കൺഫേംഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഈ ഒരു വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണോ, വെയിറ്റ് ചെയ്യുന്നത് വെർത്തായിരിക്കുമോ എന്നുള്ള കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും. സോ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഈ ഒരു വണ്ടി വരാനായിട്ട് പോകുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഈ വണ്ടിയുടെ സ്പെക്കും കാര്യങ്ങളൊക്കെ. ബേസിക്കലി ഈ ഒരു വണ്ടിയുടെ ഡിസൈൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ന്യൂ ജെൻ RCകളുടെ ഒരു ഡിസൈൻ ലാംഗ്വേജാണ്. അതായത് KTMൻ്റെ രണ്ടാമത്തെ ഉയർത്തെണ്ണീപ്പിന് ശേഷമുള്ള ആ ഒരു RC 990യുടെ ഡിസൈൻ നമ്മളെല്ലാം കണ്ട് ഞെട്ടിത്തരിച്ചു. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഡ്രീം ബക്കറ്റ് ലിസ്റ്റിൽ കിടക്കുന്ന ഒരു വണ്ടി ഉണ്ടെങ്കിൽ അത് RC 990 ആണ്. ടച്ച് സ്ക്രീൻ ഉൾപ്പെടെ വരുന്ന റോഡ് ലീഗലായിട്ടുള്ള അവരുടെ ട്രാക്ക് ബേസ്ഡ് ആയിട്ട് 95% ട്രാക്കിൽ അവർ യൂസ് ചെയ്യുന്ന അതേ ഒരു ടെക്നോളജിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു വണ്ടിയാണ് RC 990. അതിൻ്റെ ഡിസൈനിലാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വണ്ടി സത്യം പറഞ്ഞാൽ അതേ ഒരു ഡിസൈൻ എടുത്തങ്ങോട്ട് 490 അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യൂ എന്നുള്ളതാണ് നമുക്ക് ഈ സ്പൈ ഇമേജസ് കാണുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഡിസൈനിൻ്റെ കാര്യത്തിൽ ആ ഒരു ഇപ്പം ആ സിംഗിൾ സിലിണ്ടറിൽ വന്ന ഒരു പോരായ്മ ഡബിൾ സിലിണ്ടറിൽ എന്തായാലും അവർ തീർച്ചയായിട്ടും അവർ ശക്തമായിട്ട് തന്നെ തിരിച്ചു വരുമെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒരു ഡിസൈൻ തന്നെയാണ് ഇപ്പം വരുന്നത്. ആ ഒരു 990യുടെ അതേ ഒരു ഓറഞ്ച് സ്കീമിൽ ഈ ഒരു വണ്ടി വരുവാണെന്ന് ടച്ച് സ്ക്രീനൊക്കെ ആയിട്ട് വന്നില്ലെങ്കിലും ആ ഒരു ഡിസൈൻ പക്കായിട്ട് തന്നെ അവർ കൊണ്ടുവരുവാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി ബജാജ് എന്തായാലും ഇന്ത്യയിൽ ബജാജ് ആയിരിക്കും ഇന്ത്യയിൽ നിർമ്മിക്കുന്നത്, അതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ. സോ കോസ്റ്റ് നമ്മൾ BMW GS 450 പോലെ അത്രയ്ക്കൊരു ഹ്യൂജ് ലെവലിലോട്ട് പോകാൻ വഴിയില്ലെങ്കിലും സോ തീർച്ചയായിട്ടും ഒരു 390യെക്കാളിലും ഒരു 1.5 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപയ്ക്ക് അടുത്ത് കൂടുതൽ ഈ ഒരു വണ്ടി വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ എന്തുവാണേലും ഒരു പ്രീമിയം കസ്റ്റമർ ബേസ് സാധാരണ ഒരു ലെവലിൽ ആ ഒരു വണ്ടിയെ അവർ കാണുന്നില്ല. കുറച്ചും കൂടെ ഒരു എൻട്രി ലെവൽ ഒരു പ്രീമിയം സൂപ്പർ സ്പോർട്ട് എന്നുള്ള കാറ്റഗറിയിൽ മാത്രമാണ് ആ ഒരു വണ്ടി അവർ കാണുന്നത്. സോ CF മോട്ടോയുടെ 450 സീരീസിൽ വരുന്ന എൻജിനാണ് ഈ ഒരു വണ്ടിക്ക് ഷെയർ ചെയ്യുന്നത്. ഒരു പാരലൽ ടിന്നായിട്ടുള്ളൊരു എൻജിനാണ്. ഒരു ടിപ്പിക്കലി നിഞ്ചയിലൊക്കെ കാണുന്ന പോലെ ഒരു 180 ക്രാങ്ക് ഷാഫ്റ്റ് വരുന്നൊരു വണ്ടി ആവാനുള്ള ചാൻസസ് വളരെയധികം കുറവാണ്. കാരണം KTMന് ആ 180 ക്രാങ്ക് ഷാഫ്റ്റിലുള്ള വണ്ടികൾ വളരെയധികം കുറവാണ്. അവർ ഒരു 270 ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന ഒരു ക്രാങ്ക് ഷാഫ്റ്റിൽ വരുന്ന വണ്ടികളായിരിക്കും കൂടുതൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ കൂടുതൽ ടെക്നിക്കൽ വൈസിലുള്ള കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു വിഷയം. പക്ഷേ എന്നിരുന്നാലും ഒരു 490cc പാരലൽ ട്വിന്നായിട്ടുള്ള ഒരു DOHC എൻജിൻ തന്നെ ആയിരിക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുക. ഒരു 58 bhpയും അതുപോലെ തന്നെ ഒരു 42 Nm ടോർക്കും ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. CF മോട്ടോയിൽ വരുന്ന സെയിം ആ ഒരു എൻജിൻ തന്നെയാണ്. പക്ഷേ KTMലോട്ട് വരുന്ന സമയത്ത് KTMൻ്റെ ഒരു ആത്മാവുണ്ടല്ലോ, KTMൻ്റെ ഒരു DNA, ഒരു റേസ് ഡിറൈവ്ഡ് ആയിട്ടുള്ള ഒരു ഗിയർ റേഷ്യോസും ഫ്യൂവലിംഗ് ഒക്കെ ആകുമ്പോഴത്തേക്കും
വണ്ടി ആ എഞ്ചിൻ മാരക എന്താ പറയണ്ടേ ഒരു അഗ്രസീവ് ആകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ആ ഒരു ട്വിൻ സിലിണ്ടറിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജ് ആ ഒരു ലോ എൻഡിലുള്ളതും അതുപോലെ തന്നെ ആ ഒരു റിഫൈൻമെൻറ്റിലൊക്കെ ആ ഒരു ഗുണങ്ങളും നമുക്ക് കിട്ടും. ഇപ്പോൾ 390 ഒക്കെ എടുത്ത് നോക്കാൻ അത്ര റിഫൈൻഡ് ഒന്നും അല്ല വണ്ടി. കുറച്ച് വൈബ്രേഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടിയാണ് 390 സീരീസിൽ വരുന്നത്. സോ ആ ഒരു കുറച്ചും കൂടെ 390യേക്കാളും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വണ്ടി വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വണ്ടി വരുന്നത് വെയിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനിയിപ്പോൾ എപ്പോഴാണ് ഈ ഒരു വണ്ടി ലോഞ്ച് ചെയ്യാൻ ചാൻസ് എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അടുത്ത വർഷം ലോഞ്ച് ചെയ്യാനേ ചാൻസ് ഉള്ളൂ. 2027 ആ ഒരു റേഞ്ചിലൊക്കെ ആകും ഈ ഒരു വണ്ടി അവർ എക്സ്പെക്റ്റഡ് ആയിട്ട് ലോഞ്ച് ചെയ്യാനായിട്ട് വെച്ചേക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഡ്യൂക്ക് 160 ഇതുപോലുള്ള മോഡൽസൊക്കെ ഓൾറെഡി അവർ ഇറക്കി കഴിഞ്ഞു. ഇനിയൊരു ലോഞ്ച് അടുത്ത വർഷമാകാൻ ചാൻസ് നമുക്ക് ഇപ്പം യൂറോപ്യൻ മാർക്കറ്റിലാണ് ആ ഒരു വണ്ടിയുടെ ഒരു ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇനി ഇന്ത്യയിൽ ഇതുവരെ അങ്ങനെ സ്പൈ ചെയ്തിട്ടില്ല ഒരു വണ്ടി. ഇന്ത്യയിലും കൂടെ ടെസ്റ്റ് ചെയ്യണം. യൂറോപ്പിൽ ടെസ്റ്റ് ചെയ്തതിൻ്റെ സ്റ്റാൻഡേർഡ് വെച്ച് എന്തായാലും ഇന്ത്യയിൽ ഇറക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യമാണ്. അപ്പം ഇന്ത്യയിൽ ഇതുവരെ ആ വണ്ടി ടെസ്റ്റ് ചെയ്തുണ്ടാവാം, നമുക്കറിയത്തില്ല. ഇതുവരെ അതിൻ്റെ ഇന്ത്യയിലെ സ്പൈ ഇമേജസ് ഒന്നും തന്നെ വന്നിട്ടില്ല. സോ പിന്നെ ലൈറ്റ് വെയിറ്റ് ഷാസി ആയിരിക്കും, ലൈറ്റ് വെയിറ്റ് അലോയി, ലൈറ്റ് വെയിറ്റ് ഡിസ്ക്, ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും പരമാവധി വെയിറ്റ് കുറച്ചൊരു 160 റേഞ്ചിൽ വെയിറ്റ് നിർത്തുവാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ഈ വണ്ടി ഈ സെഗ്മെൻറ്റിൽ വരുന്ന ഇപ്പം സെഗ്മെൻറ്റ് നോക്കാനാണെങ്കിൽ RS 457 ഒക്കെ അതിന് ഒരു കോമ്പറ്റീഷനായിട്ട് വരുമെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അതിനേക്കാളും രണ്ടിരട്ടി എന്നല്ല, അതിനേക്കാളും ഒരു പടി മുകളിൽ പവർ എന്തായാലും ഈ ഒരു വണ്ടി പ്രൊഡ്യൂസ് ചെയ്യും. കാരണം സിംഗിൾ സിലിണ്ടറിലെ നമ്മുടെ ഡ്യൂക്ക് 390 RC 390 തന്നെ ക്ലോസ് ടു ഒരു 46 bhp അടുത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്തായാലും ഒരു 100 cc കൂടുന്നതിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ സിലിണ്ടർ വരുന്നതിൻ്റെ ഭാഗമായിട്ടും ഒരു 10 bhp എങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു വണ്ടിയുടെ ഭാഗത്തുനിന്ന് കൂടുതലായിട്ട്. അതുകൊണ്ട് തന്നെ ഒരു സൂപ്പർ ബൈക്ക് ലെവലിൽ തിങ്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു എൻട്രി എന്നുള്ള രീതിയിൽ ഈ ഒരു വണ്ടി നമുക്ക് എന്തായാലും കാണാൻ സാധിക്കും, ഒരു ട്വിൻ സിലിണ്ടർ കൂടെ ആകുന്ന സാഹചര്യത്തിൽ. അതുപോലെ തന്നെ വണ്ടിയുടെ ആ ഒരു TFT ഡിസ്പ്ലേ, റൈഡിംഗ് മോഡ്, ട്രാക്ഷൻ കൺട്രോളർ, കോർണറിങ്, ABS, കിക്ക് ഷിഫ്റ്റർ, അതൊക്കെ കിക്ക് ഷിഫ്റ്ററും ട്രാക്ഷൻ കൺട്രോളും റൈഡിംഗ് മോഡ്സൊക്കെ നമുക്ക് കസ്റ്റം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ആ ഒരു വണ്ടിയിൽ വരുമെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് രീതിയിൽ നമ്മുടെ പവറും കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ടച്ച് സ്ക്രീൻ വരുമെന്ന് അറിയത്തില്ല RC 990 പോലെ. കാര്യം ഇന്ത്യക്കാർ കൂടുതലും പ്രൈസിനൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ടേ, അതിനൊരു വല്ലാത്തൊരു കാര്യം നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കണം. പിന്നെ എന്തായാലും ഇതൊരു ട്രാക്ക് ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു വണ്ടിയായിരിക്കും. ലൈക്ക് ഒരു നമുക്ക് ഒരു സ്പോർട്സ് ടൂറർ എന്നുള്ള രീതിയിൽ പില്ലിയൻ കംഫർട്ടൊന്നും നോക്കണ്ട. പില്ലിയൻ്റെ സീറ്റൊക്കെ നോക്കിയ സമയത്ത് അത് ഒരു പേരിന് മാത്രമായിട്ടുള്ളൊരു സീറ്റ് മാത്രമാണ് കേട്ടോ. ഒരു ട്രാക്ക് പക്ക അഗ്രസീവായിട്ടുള്ള ഒരു അറ്റാക്കിംഗ് ട്രാക്ക് മെഷീൻ തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ നമുക്ക് വണ്ടിയുടെ ഡിസൈൻ കാണുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുക. പിന്നെ ഒരു സിംഗിൾ സൈഡഡ് സിങ്ങാമ ആണ് ഈ ഒരു വണ്ടിയിൽ എനിക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ എയറോഡൈനാമിക് ആയിട്ടുള്ള വിംഗ്ലെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു വണ്ടി ഒരു പ്രീമിയം മോഡൽ തന്നെയാണ്. പ്രീമിയം എന്ന് പറഞ്ഞാൽ KTMനെ സംബന്ധിച്ച് KTM എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ടല്ലോ, അതൊരു ടെക്നോളജിക്കൽ വൈസ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ബ്രാൻഡല്ല. അത് സത്യം പറഞ്ഞാൽ ഒരു BMW ലെവലിലൊക്കെ നിൽക്കുന്ന ഒരു ബ്രാൻഡാണത്. അവരുടെ ഒരു ഇന്നോവേഷനും ടെക്നോളജി എന്നൊക്കെ പറഞ്ഞാൽ ഒരു അനദർ ലെവലിലാണ്. ഇൻ്റർനാഷണൽ വേരിയൻറ്റിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ടച്ച് സ്ക്രീൻ ഉൾപ്പെടെയുള്ള വണ്ടികളൊക്കെ നമ്മൾ കണ്ടില്ലേ. സോ നമുക്ക് പ്രതീക്ഷിക്കാം സിംഗിൾ സൈഡ് സിങ്ങാം ഒരു 400 cc ആ ഒരു ട്വിൻ സിലിണ്ടർ കാറ്റഗറിയിലെ വണ്ടിക്ക് കൊടുക്കുക എന്നൊക്കെ പറയുമ്പം ആ ഒരു വണ്ടി അത്രയ്ക്ക് അഗ്രസീവ് ആയിരിക്കും. ഇന്ത്യയിലോട്ട് വരുമ്പോൾ അത് കാണുമോ എന്നുള്ള കാര്യം ഡൗട്ടാണെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാനൊരു ഭാഗ്യമുണ്ട്. കാര്യം KTM അങ്ങനെ ഇന്ത്യക്കാരെ തേച്ചിട്ടില്ല ഇതുവരെ. സോ പ്രൈസും കാര്യങ്ങളൊക്കെ എങ്ങനെ പോയാലും ഒരു 5 lakh എക്സ്-ഷോറൂം പ്രൈസ് എന്തായാലും വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയെപ്പറ്റി എന്താണ് തോന്നുന്നത്? താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും.